സജന ഇപ്പൊ സങ്കടമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ പാട്ടിൽ ആ ഫീൽ കംപ്ലീറ്റ് ആയിട്ട് വന്നു. അത് പാടാൻ പറ്റി. ഓക്കെ, ചോദിക്കാം. നന്നായി പാടി സജന. ശ്രീനിസ. സജന നന്നായിട്ട് പാടി സജന, ഡെഫിനറ്റ്ലി. പല്ലവീസ് വളരെ നന്നായിരുന്നു. ചരണം, ബോത്ത് ചരണം, സെക്കൻഡ് ചരണം സ്ലൈറ്റ്ലി ബെറ്റർ. ഫസ്റ്റ് ചരണം കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി കുറച്ച് നന്നായി. ശ്രുതി കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായത് തന്നെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സജന സ്കെയിൽ ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഡോണ്ട് ഡു ഇറ്റ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ഓക്കെ, മ്യൂസിഷ്യൻസ് യുനോ അവർ എത്ര പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ആലോചിക്കണം. വർക്കിംഗ് സോ മച്ച് പ്രഷർ. സോ നന്നായിട്ട് പാടി. എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ. പാട്ട് വളരെ ഫീൽ വാസ് എക്സ്ട്രോണറി. അത് ആ സങ്കടം ഫുള്ളായിട്ട് വന്നു. ഈ സജന ഇപ്പം സങ്കടമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ പാട്ടിൽ ആ ഫീൽ കംപ്ലീറ്റ് ആയിട്ട് വന്നു. സോ ദാറ്റ് ഇസ് ഗുഡ്. കറക്റ്റ് സോങ് ചോയ്സ് ആയിപ്പോയി. ഇന്ന് ഹാപ്പി സോങ് എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ പോയി. സോ ഗുഡ്. ആൻഡ് ഇൻ ദിസ് യുവർ വോയിസ് ഈ പാട്ട് ഐ ഫെൽറ്റ് കുറച്ചും കൂടി നന്നായി. ഗ്രേറ്റ്. താങ്ക് യു ഷീനി സർ. സുജാ ചേച്ചി. സജനയുടെ ലാസ്റ്റ് പല്ലവി വാസ് എക്സലന്റ്. ലാസ്റ്റ് പല്ലവി ഉഗ്രനായിരുന്നു. ഭയങ്കര ഫീലും പെർഫെക്റ്റ് ആയിരുന്നു. എന്തൊക്കെ ആ ലൈൻസിന് എക്സ്പ്രഷൻസ് ആവശ്യമുണ്ടായിരുന്നു അത് മുഴുവൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് പല്ലവി. എനിക്ക് ഫസ്റ്റ് പല്ലവി പോയി, അത് കൈവിട്ടുപോയി. പിന്നെ അതിന്റെ റിപ്പീറ്റ് വരണ എവിടെയാണ് വാർമഴ അവിടെയൊക്കെ പോയി. നീലാംബരത്തിൽ അവിടെ പോയി ഫസ്റ്റിന്റെ. പിന്നെ അതിന് റിപ്പീറ്റ് പാടിയപ്പോൾ ശരിയായി.
പിന്നെ ഫസ്റ്റ് ചരണത്തില് ദേവകരാങ്കുലി ഒന്ന് പാടുമോളെ. എൻട്രീൻ ശരിക്കും പാടും. എൻട്രീൻ എന്തേ ദേവകരാങ്കുലി ലതകൾ എഴുതും കവിതേ കവി കവിതേ നോട്ട്സ് കവിതേ. അടുത്തത് വ്യോമസുരാംഗന മുടിയിൽ ചൂടും മലരേ മല മലരേ. ആ കവി വീന്നോന്റെയും ലൈന്റെ സെയിം നോട്ടാണ്, അത് രണ്ടും തെറ്റുന്നുണ്ട്. പിന്നെ നീലാംബരത്തിൽ അത് കഴിഞ്ഞിട്ടൊരു നീലാംബരം ചെറിയൊരു വ്യത്യാസം വരുന്നില്ല, അതെങ്ങനെയാ മോനെ? നീലാംബരത്തിൽ. ഓക്കെ. സെക്കൻഡ് ചരണം പകലകലുമ്പോൾ. പകലകലുമ്പോൾ ഇത്രയും പ്രശ്നം. ഇപ്പൊ പാടിയത് എങ്ങനെയാ? ഇത്രയും പ്രഷർ കൊടുത്താ മതി. ഇത്രയും കൊടുത്താ മതി മോളെ, വോയിസിന്റെ പ്രഷർ അധികം. ഇപ്പൊ പാടുന്ന ടെക്നിക്ക് നല്ലതാണ് കേട്ടാ. പിന്നെ ലാസ്റ്റ് പല്ലവി എക്സലന്റ്, ബട്ട് ഫീല് എല്ലാ സ്ഥലത്തും നല്ലതെന്ന്, എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവി. ഇനി കുറെ ആ കറക്ഷൻസ് നോട്ട്സ് പ്ലേസ്മെന്റ്സ് ഒന്നും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു ചേച്ചി. ശരത് സർ. സജിന സർ, നല്ല പാട്ട്, നല്ല സെലക്ഷൻ. ആരാണ് സെലക്ഷന്റെ പിന്നിൽ? സ്വയമാണ്. ഓക്കെ, ഗുഡ്. നല്ല സെലക്ഷൻ മോള്. ഓക്കെ, കാരണം കുറേ കൂടെ ഒക്കെ ശരിയാവാം കേട്ടോ. മോക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇന്ന് വയ്യാത്തത് ആയിരിക്കുമോ ആവോ. മോക്ക് തന്നെ മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആ ഓക്കെ. ഏഴഴക് എങ്ങനെയാണ് പറയുന്നത് മോള്? ഏഴഴക് പാടിക്ക്. ഏടെ കൂടെ ഒരു ഈ കൂടെ കേൾക്കുന്നുണ്ട്. ഗുഡ്. പിന്നെ ശ്രുതി ഫസ്റ്റ് പല്ലവി കുറച്ച് പ്രോബ്ലം ആയിരുന്നു. പിന്നെ കരാങ്കുലിയും മലരെയൊക്കെ സ്ലിപ്പായി. പിന്നെ കൊഴിയുന്ന അങ്ങ് എത്താത്ത എന്താണ് മോക്ക്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതുപോലെ തന്നെ അറിയുന്നു, അതൊക്കെ ശരിയായിക്കണം. അതെങ്ങനെ അറിയുന്നു മോൾ? എങ്ങനെ പാടി അത്? ആ ലൈനൊന്ന് പാടിക്കേ, സെക്കൻഡ് ചരണം. ആ സംഗതി ഒരു സ്ട്രെസ്, ഭയങ്കരമായിട്ടൊരു അനാവശ്യമായിട്ടൊരു മസിൽ പിടുത്തം തോന്നുന്നുണ്ട് എനിക്ക്. മോക്കത് മനസ്സിലാവണോ? അത് അവിടെ ഒരു സ്ട്രെയിൻ തോന്നായിട്ട് അത് മാറ്റിക്കോളാം. ഇല്ലേ? പിന്നെ ബ്രെയിൻ ആണോ? പിന്നെന്താണ്? ഓരോന്നായി ഒരു എന്ന് വരുന്നു ആ സംഗതി. അത് ആ ഫ്ലോ വരണം. അത് അമിതമായിട്ട് ശക്തിയോടെ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മസിൽ പിടുത്തമുണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അത് മോള് ചെറുതായിട്ട് സ്ലോ ആയിട്ട് പാടിപ്പാട്ടിട്ട് ശരിയാക്കണം. അപ്പോൾ അത് ശരിയായിക്കോളും കേട്ടോ. പിന്നെ ലാസ്റ്റ് പല്ലവി നന്നായിരുന്നു. അവസാനത്തെ മാഞ്ഞുവല്ലോ എടുത്താൽ അത് മാത്രം ഒന്ന് പാടുമോ? നീലാംബരത്തിൽ മാഞ്ഞു മാഞ്ഞുവല്ലേ നോക്കണേട്ടാ. ഞാനിത് പറയുന്നത് എന്താണ്? ആ ബേസ് വരുമ്പോ അതെന്തോ ഒരു അതിനൊരു പെർഫെക്ഷനും പോന്നു കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ അടുത്ത് എനിക്കുള്ള എന്താ പറയണ്ടത്, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞു വരുമ്പോൾ 2 പാട്ട് അല്ലേ? 2 പാട്ടാണ് നിങ്ങൾക്ക് പാടേണ്ടത്. ഡേഞ്ചർ സോണിലായെങ്കിൽ വേറൊരു പാട്ട് കൂടെ പാടേണ്ടത്, തലയെഴുത്തും കൂടെ ഉണ്ട്. അതല്ലെങ്കിൽ 2 പാട്ട് അല്ലേ? പക്ഷേ ഈ ഓർക്കസ്ട്രക്കാർക്ക് ഈ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ 2 പാട്ട് കൂട്ടി നോക്കി എത്ര പാട്ട് പഠിക്കണം അവർക്ക്? കുറേ മെനക്കേടാണ്.